നക്ഷത്രചായക്കാരിയും ചന്ദ്രപ്പൂച്ചയും. ഒരു കാലത്ത് ശാന്തമായ ആകാശത്തിന്റെ അകലങ്ങളിൽ ലൂമ എന്നൊരു ചെറു നക്ഷത്രചായക്കാരി താമസിച്ചിരുന്നു. അവളുടെ ജോലി വെള്ളി തൂലികയിൽ നക്ഷത്രപ്പൊടി മുക്കി നക്ഷത്രങ്ങൾക്ക് രാത്രിയിൽ മിന്നുന്ന നിറം കൊടുക്കുക. ഒരു രാത്രി ലൂമ ഒരു നക്ഷത്രം മങ്ങിക്കിടക്കുന്നത് കണ്ടു. അവൾ തൂലിക മുക്കാൻ നോക്കി. പക്ഷേ നക്ഷത്രപ്പൊടി നിറച്ച ജാർ ശൂന്യമായിരുന്നു. പുതിയ നക്ഷത്രപ്പൊടി ഇല്ലെങ്കിൽ ആ നക്ഷത്രം എന്നും അണഞ്ഞുപോകും. അപ്പോഴാണ് മൃദുവായ ഒരു മ്യാവ് ശബ്ദം കേട്ടത്. ഒരു മേഘത്തിനു പിന്നിൽ നിന്ന് നിക്സ് ചന്ദ്രപ്പൂച്ച ചന്ദ്രപ്രകാശം പോലെ ഒഴുകുന്ന രോമവുമായി പുറത്തെത്തി. ഞാൻ സഹായിക്കാം, നിക്സ് സ്നേഹത്തോടെ പറഞ്ഞു. എന്റെ പുറത്ത് കയറി ഇരിക്ക്. നമുക്ക് ക്രിസ്റ്റൽ കോമറ്റിലേക്ക് പോകാം. അതാണ് നക്ഷത്രപ്പൊടി ജനിക്കുന്ന സ്ഥലം. മിനുങ്ങുന്ന മേഘങ്ങൾ കടന്ന് ഇന്ദ്രധനു പോലെ തെളിഞ്ഞ കോമറ്റുകൾ കടന്ന് മൃദുഗാനങ്ങൾ പാടുന്ന ഗ്രഹങ്ങൾക്കുമേൽ കൂടി അവസാനമായി അവർ ക്രിസ്റ്റൽ കോമറ്റിൽ എത്തി. അതിന്റെ വാൽ 7 വർണ്ണങ്ങളിൽ മിന്നുന്ന നക്ഷത്രപ്പൊടിയാൽ നിറഞ്ഞിരുന്നു. ലൂമ തന്റെ ജാർ നിറച്ചു. നിക്സ് അവളെ തിരിച്ചെത്തിച്ചു. ഒരു അവസാന തൂലിക സ്പർശത്തിൽ ആ മങ്ങിയ നക്ഷത്രം വീണ്ടും തിളങ്ങി. താഴെ ഉറങ്ങുന്ന കുട്ടികളെ നോക്കി കണ്ണടച്ചു. അന്നു മുതൽ ലൂമയും നിക്സും ചേർന്ന് ഓരോ രാത്രിയും നക്ഷത്രങ്ങൾ ചായപ്പെടുത്തി സ്വപ്നം കാണാൻ ധൈര്യമുള്ളവർക്ക് കഥകൾ സമ്മാനിച്ചു.